മൺസൂൺ എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കടലേറ്റ ഭീതിയിലാണ് അമ്പലപ്പുഴയുടെ തീരം. മഴക്കാലത്തിന് മുൻപ് ചെയ്തു തീർക്കേണ്ട പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പണികളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന തിരമാലകൾ തന്നെയായിരിക്കും ആ വീട്ടുകാരുടെ ഒരു ആശങ്ക. നമ്മൾ തീരദേശത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ചങ്കിടിപ്പോടുകൂടി അല്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡ് ഒരു രാത്രി സുഖമായി മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുക എന്ന് പറയുന്നത്. ഇവന്മാർക്ക് അത് പറ്റില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴാണ് തിരയടിച്ച് കയറുക എന്നറിയില്ല, വീടിനുള്ളിലേക്ക് വരുമോ എന്നറിയില്ല. അപ്പോൾ അത്രയും സങ്കടകരമായ ഒരവസ്ഥ. നമുക്ക് വിശദാംശങ്ങൾ നൽകാൻ ഫൈസൽ കൂടെ വരുന്നുണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഒരു വീടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ പോസ്റ്റിന് സമീപത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 5 വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു അവശിഷ്ടം പോലുമില്ല. കാരണം കടല് ഇപ്പോഴും കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടപ്പള്ളി തീരത്തെ കരിമണൽ ഖനനത്തിന്റെ ഫലമായി ഉണ്ടായ തീരശോഷണമാണ് തോട്ടപ്പള്ളി മുതൽ പുറക്കാട് വരെയുള്ള കാലപ്പഴക്കമേറിയ കടൽഭിത്തിയുടെ ബലക്ഷയത്തിന് ഇടയാക്കിയത്. പലയിടത്തും കടൽഭിത്തി ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഉൾപ്പെടെ തീരപ്രദേശത്തുണ്ടായിരുന്ന നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നിരുന്നു. വളഞ്ഞവഴി തീരത്തെ മത്സ്യവ്യാപാര കേന്ദ്രമടക്കം ഓർമ്മയായിരിക്കുകയാണ്. ഇപ്പോഴും ഭീതിയോടെയാണ് തീരദേശവാസികൾ കഴിയുന്നതെന്ന് മത്സ്യത്തൊഴിലാളിയായ സന്തോഷ് പറഞ്ഞു. എപ്പോഴും നമ്മൾ ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്നത് തന്നെ. ഇപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഭയങ്കരമായ കടൽക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം മൊത്തം കടൽ വെള്ളം കയറി കിഴക്ക് മുക്ക് വരെ രാസാ ജംഗ്ഷൻ വരെ വെള്ളം കയറിയ ഒരു അവസ്ഥകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന മാസങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ അതിഭീകരമായിട്ട് കടലാണ് ചിലപ്പോൾ വരാൻ ഇരിക്കുന്നത്. അതിനൊക്കെ തരണം ചെയ്യണമെങ്കിൽ അടിയന്തരമായിട്ട് തന്നെ പുലിമുട്ട് നിർമ്മിക്കാൻ ഉള്ള ഒരു മാർഗം കണ്ടെത്തി തരണം. വളഞ്ഞവഴി തീരത്തിന് തെക്കോട്ടുള്ള ഭാഗത്ത് 2 പുലിമുട്ടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ മൺസൂണിന് മുമ്പ് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കാനുമാകില്ല. കാലാവസ്ഥ മാറുന്നതോടെ തീരദേശവാസികളുടെ ആധിയും ഏറുകയാണ്. മഴക്കാലത്തിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുലിമുട്ട് നിർമ്മാണം എത്രയും വേഗം തീർക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ബാക്കിയുള്ള കര കൂടി കടൽ കൊണ്ടുപോകും. ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞികാവിനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസ് തന്നെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഫൈസൽ, കാലവർഷം എത്തിക്കഴിഞ്ഞാൽ തീരമേഖലയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരിക്കും. അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതം വലിയ ദുരിതത്തിലാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഴ എത്തുന്നതിന് മുൻപ് പുലിമുട്ട് നിർമ്മാണം അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണോ തീരദേശവാസികൾ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ദിവ്യ, വിനീഷ, അത് തന്നെയാണ്. അതായത് ഈ അമ്പലപ്പുഴ തീരത്ത് വളഞ്ഞവഴി തീരത്തിന് സമീപമാണ് ഇപ്പോൾ 2 പുലിമുട്ടുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. മഴക്കാലത്തിന് മുമ്പേ തീർക്കേണ്ട ജോലികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരം വലിയ രീതിയിൽ തന്നെ കടൽ അഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും ഈ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് ഈ കരിമണൽ ഖനനത്തിന്റെ വ്യാപ്തി കൂടുന്നതിനാൽ ഈ കടൽ ഭിത്തികൾക്കൊക്കെ ബലക്ഷയം കൂടി സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും എത്രയും വേഗം ഈ പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എങ്കിലും ഈ പുലിമുട്ടുകളുടെ നിർമ്മാണം ഈ മൺസൂൺ കാലത്ത് പൂർത്തിയാക്കാനാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നു. കാരണം 2 പുലിമുട്ടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കാനാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മഴക്കാലത്ത് ഉൾപ്പെടെ ഈ തീരമേഖല ഉണ്ടായിരുന്ന വീടുകൾ ഉൾപ്പെടെ കടലേറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് ഈ മത്സ്യ ഷെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കടൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പുലിമുട്ടുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ശരി, ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്.